നമസ്കാരം. മീഡിയ സ്റ്റാർ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ ആദ്യം. ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കാനുള്ള ചർച്ചകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾ തുടക്കം കുറിച്ചതിനെ ശുഭപ്രതീക്ഷയോടെയാണ് സൗദി കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു. പശ്ചിമേഷ്യയുടെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും സൗദി അറേബ്യ കൂടുതൽ പ്രാധാന്യം നൽകി വരുന്നതായി മന്ത്രി പറഞ്ഞു. സ്വതന്ത്ര ഫലസ്തീൻ അംഗീകരിക്കാനുള്ള ചർച്ചകൾക്ക് യൂറോപ്യൻ രാജ്യങ്ങൾക്കിടയിൽ തുടക്കം കുറിച്ചതും ചില രാജ്യങ്ങൾ അനുകൂലമായി പ്രതികരിച്ചതും പ്രതീക്ഷയോടെയാണ് സൗദി കാണുന്നതെന്ന് വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ രാജകുമാരൻ പറഞ്ഞു. ഗസയിൽ വെടിനിർത്തലിനും കൂടുതൽ സഹായങ്ങൾ പ്രദേശത്തേക്ക് എത്തിക്കുന്നതിനുമുള്ള സൗദിയുടെ ശ്രമം തുടരുകയാണ്. ഇവ രണ്ടും ഉൾപ്പെടുന്ന ഒരു കരാറാണ് ഇസ്രയേലും ഹമാസും തമ്മിൽ സൗദി പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലക്സംബർഗിൽ നടന്ന റീജിയണൽ സെക്യൂരിറ്റി ആൻഡ് കോഓപ്പറേഷൻ GCC ഫോറത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫോറത്തിൽ ഗൾഫ്, യൂറോപ്യൻ യൂണിയൻ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഗസയിലെ സ്ഥിതിഗതികൾ ചർച്ച ചെയ്തു. മേഖലയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കേണ്ടതിന്റെയും കൂടുതൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കേണ്ടതിന്റെയും പ്രാധാന്യം ഫോറം ചർച്ച ചെയ്തു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമ്മാം. ഗസയിലേക്കുള്ള സഹായം തുടർന്ന കുവൈറ്റ് 675 ടൺ സാധനങ്ങളുമായി 26 ദുരിതാശ്വാസ ട്രക്കുകൾ ജോർദാൻ വഴി ഗസയിലേക്ക് പുറപ്പെട്ടതായി കുവൈറ്റ് റെഡ് ക്രസന്റ് അറിയിച്ചു. വിവിധ മന്ത്രാലയങ്ങളുടെ നേതൃത്വത്തിൽ രാജ്യത്തെ റിലീഫ് സൊസൈറ്റികളുടെ സഹകരണത്തോടെയാണ് ഗസയിലേക്ക് സഹായം അയക്കുന്നത്. മരുന്നും ഭക്ഷ്യവസ്തുക്കളും ടെന്റുകളും അടക്കം ടൺ കണക്കിന് ദുരിതാശ്വാസ സഹായമാണ് കുവൈറ്റ് ഇതുവരെ ഗസയിലെത്തിച്ചത്. അതിനിടെ ഗസയിലെ ജനങ്ങളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നത് തുടരുമെന്ന് റെഡ് ക്രസന്റ് ചെയർമാൻ ഡോക്ടർ ഹിലാൽ അൽ സയർ പറഞ്ഞു. GCCയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണത്തിനുള്ള കരാറായി. 1200 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് $1700 കോടി ചെലവ് പ്രതീക്ഷിക്കുന്നത്. ഇറാഖിലെ അൽഫാവ് തുറമുഖത്തെ യൂറോപ്പുമായി ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി. കുവൈത്തിനും ഇറാനുമിടയിൽ അറേബ്യൻ ഉൾക്കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന അൽഫാവ് തുറമുഖത്തിന്റെ വാണിജ്യ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വൻ നവീകരണ പദ്ധതികൾക്കാണ് ഇറാഖ് തുടക്കം കുറിച്ചത്. ഇറാഖിൽ നിന്നും തുർക്കിയിലേക്കാണ് റോഡ് നീണ്ടുകിടക്കുന്നത്. തുർക്കിയിൽ നിന്നും ഇതര യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഈ റോഡ് ബന്ധിപ്പിക്കും. തുറമുഖത്ത് നിന്നും ചരക്കുകൾ ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും റോഡ് മാർഗം എത്തിക്കുകയാണ് അൽഫാവ് റോഡ് പ്രൊജക്ട് ലക്ഷ്യമിടുന്നത്. ഇറാഖിനകത്ത് മാത്രമായി 1200 കിലോമീറ്റർ ദൈർഘ്യമേറിയ റോഡ് റെയിൽ നിർമ്മാണമാണ് ഇതുവഴി പൂർത്തിയാകുന്നത്. പദ്ധതി മേഖലയുടെ തന്നെ സാമ്പത്തിക കുതിപ്പിൽ നിർണായകമാകും. 3 ഘട്ടങ്ങളിലായി നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. ആദ്യഘട്ടം 2028-ലും, രണ്ടാം ഘട്ടം 33-ലും, മൂന്നാം ഘട്ടം 50-ലുമായി പൂർത്തിയാക്കും. ബഗ്ദാദിൽ നടന്ന ചടങ്ങിൽ ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുദാനി, തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദോഗാൻ എന്നിവർ പങ്കെടുത്തു. ഖത്തർ ഗതാഗത മന്ത്രി ജാസിം ബിൻ സൈഫ് അൽ സുലൈത്തി, UAE ഊർജ അടിസ്ഥാന സൗകര്യ വിഭാഗം മന്ത്രി സുഹൈൽ ബിൻ മുഹമ്മദ് അൽ മസ്റൂയി, തുർക്കി ഇറാഖ് ഗതാഗത മന്ത്രിമാർ എന്നിവർ ഒപ്പുവെച്ചു. 4 രാജ്യങ്ങളുടെയും സംയുക്ത പദ്ധതിയായിട്ടാണ് നിർമ്മാണം നടക്കുന്നത്. മീഡിയ 1, ദോഹ. UAEയും ഒമാനും തമ്മിൽ 129 ശതകോടി ദിർഹമിന്റെ സഹകരണ കരാറുകൾ ഒപ്പുവെച്ചു. ഒമാൻ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖിന്റെ UAE സന്ദർശനത്തിനിടെയാണ് ഇരു രാജ്യങ്ങളും വൻ പദ്ധതികളുടെ കരാറുകളിൽ ഒപ്പിട്ടത്. വ്യവസായ രംഗത്തും പുനരുൽപാദന ഊർജ്ജ മേഖലയിലും ഒപ്പുവെച്ച 117 ബില്യൺ ദിർഹമിന്റെ പദ്ധതിയാണ് ഒമാൻ സുൽത്താന്റെ സന്ദർശനവേളയിൽ UAEയുമായി ഉണ്ടാക്കിയ ഏറ്റവും വലിയ കരാർ. കാറ്റ്, സൗരോർജ്ജ പദ്ധതികൾ, പരിസ്ഥിതി സൗഹൃദമായ ഹരിതലോഹങ്ങളുടെ ഉൽപ്പാദനം എന്നിവയും ഇതിൽ ഉൾപ്പെടും. അബുദാബിയുടെ താക്ക, മസ്ദാർ, EGA, EAS, OQ ഓൾട്ടർനേറ്റീവ് എനർജി, ഒമാൻ ഇലക്ട്രിസിറ്റി ട്രാൻസിഷൻ കമ്പനി തുടങ്ങിയവ കരാറിലെ പങ്കാളികളാണ്. ഒമാനും UAEയും തമ്മിലെ റെയിൽ ബന്ധം ശക്തമാക്കാൻ 11 ശതകോടി ദിർഹമിന്റെ കരാറും ഇരു രാജ്യങ്ങളും ഒപ്പിട്ടവയിൽ ഉൾപ്പെടുന്നു. ഇന്നലെ രാത്രി UAE പ്രസിഡന്റ് ഒരുക്കിയ അത്താഴ വിരുന്നിൽ പങ്കെടുത്ത ഒമാൻ സുൽത്താൻ ഇന്ന് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് ഗ്രാൻഡ് മസ്ജിദ് സന്ദർശിച്ചു. ലോക സമാധാനത്തിനായി ഒന്നിച്ചു നിൽക്കാൻ UAEയും ഒമാനും സംയുക്ത പ്രസ്താവന നടത്തി. ദുബൈ ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദുമായി സുൽത്താൻ കൂടിക്കാഴ്ച നടത്തി. വൈകുന്നേരത്തോടെ ഒമാനിലേക്ക് മടങ്ങിയ സുൽത്താനെ യാത്രയാക്കാൻ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദും വിമാനത്താവളത്തിലെത്തി. മീഡിയ 1, അബുദാബി. സൗദിയിലെ വിപുലീകരണ പ്രവർത്തനങ്ങൾക്ക് നാളെ തുടക്കമാകും. സ്പോർട്സ് ഏവിയേഷൻ, ഗ്ലൈഡിംഗ്,
പാരഷൂട്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും വിമാനത്താവളങ്ങളിലെ സജ്ജീകരിക്കും. രാജ്യത്ത് പ്രഖ്യാപിച്ച ദേശീയ ഏവിയേഷൻ സ്ട്രാറ്റജി വഴി വലിയ മാറ്റങ്ങൾക്ക് വ്യോമയാന മേഖല സാക്ഷ്യം വഹിച്ചതായി ഗാക്ക മേധാവി വ്യക്തമാക്കി. അൽഹസ, കസീം അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുടെ വിപുലീകരണ പ്രവൃത്തികൾക്ക് നാളെ തുടക്കമാകും. 17.5 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള കസീം വിമാനത്താവളത്തിന്റെ വിപുലീകരണ പദ്ധതികൾക്കാണ് നാളെ തുടക്കമാകുക. സൗദി ഏവിയേഷൻ ക്ലബ്ബാണ് വിമാനത്താവളത്തിന്റെ നടത്തിപ്പും നിയന്ത്രണവും നിർവഹിച്ചു വരുന്നത്. സ്പോർട്സ് ഏവിയേഷൻ, ഗ്ലൈഡിംഗ്, പാരച്യൂട്ടിംഗ് എന്നിവയുമായി ബന്ധപ്പെട്ട നിരവധി സേവനങ്ങൾ കൂടി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തും. റിമോട്ട് എയർക്രാഫ്റ്റ് കൺട്രോളിനുള്ള ആദ്യ കേന്ദ്രവും ഇവിടെ സജ്ജീകരിക്കും. വ്യോമയാന പ്രവർത്തനങ്ങൾ, പരിശീലനം, വിനോദം ഉൾപ്പെടെ എല്ലാതരം കായികാവശ്യങ്ങൾക്കും വിമാനത്താവളം ഉപയോഗിക്കാൻ അവസരമുണ്ടാകും. കിഴക്കൻ പ്രവിശ്യയിലെ അൽഹസ വിമാനത്താവളത്തിന്റെയും വിപുലീകരണ പ്രവൃത്തികൾക്ക് നാളെ തുടക്കം കുറിക്കും. രാജ്യത്ത് പ്രഖ്യാപിച്ച ദേശീയ ഏവിയേഷൻ സ്ട്രാറ്റജി വ്യോമയാന മേഖലയിൽ വമ്പൻ പദ്ധതികൾക്ക് തുടക്കമിട്ടതായി ഗാക്ക പ്രസിഡന്റ് അബ്ദുൽ അസീസ് അൽ ദുവൈലിച്ച് പറഞ്ഞു. നൌഷാദ് റിക്കൂർ, മീഡിയ 1, ദമാം. സുഡാനിലേക്ക് ദുരിതാശ്വാസ സഹായം എത്തിച്ച കുവൈറ്റ് 40 ടൺ ഭക്ഷണവും മെഡിക്കൽ സപ്ലൈകളും വഹിച്ചുകൊണ്ടുള്ള കുവൈറ്റ് എയർഫോഴ്സ് വിമാനം സുഡാൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തി. 3 ആംബുലൻസുകളും വീൽ ചെയറുകൾ, ഊന്നുവടികൾ, മെഡിക്കൽ ഉപകരണങ്ങൾ എന്നിവയും വിമാനത്തിൽ ഉൾപ്പെടുന്നു. രാജ്യത്തെ വിവിധ ചാരിറ്റി അസോസിയേഷനുകൾ സംയുക്തമായി ആരംഭിച്ച മാനുഷിക ക്യാമ്പയിന്റെ ഭാഗമായാണ് സഹായ വിമാനമെന്ന കുവൈറ്റ് സൊസൈറ്റി ഫോർ റിലീഫ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ ഒമർ അൽ തുവൈനി പറഞ്ഞു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ആദ്യ ഹജ്ജ് സംഘം മെയ് 9 മദീനയിലെത്തും. മെയ് 26 കേരളത്തിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം. സൗദിയിൽ നിന്നുള്ള ആഭ്യന്തര തീർത്ഥാടകർക്ക് നാളെ മുതൽ ഹജ്ജ് പെർമിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങുമെന്ന് മന്ത്രാലയം അറിയിച്ചു. 1,75,025 തീർത്ഥാടകർ ഈ വർഷം ഇന്ത്യയിൽ നിന്നും ഹജ്ജിനെത്തും. ഇതിൽ 1,40,020 പേർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വഴിയും 35,005 പേർ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴിയുമാണ് എത്തുക. 17,035 പേർ കേരളത്തിൽ നിന്നും ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലെത്തും. മെയ് 26 മുതൽ ജൂൺ 9 വരെയാണ് കേരളത്തിൽ നിന്നുള്ള ഹജ്ജ് വിമാനങ്ങൾ. കോഴിക്കോട് നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസും കണ്ണൂരിൽ നിന്നും കൊച്ചിയിൽ നിന്നും സൗദി എയർലൈൻസും ഹജ്ജ് സർവീസുകൾ നടത്തും. ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ കേരളത്തിൽ നിന്നെത്തുന്നവർ ജിദ്ദയിലാണ് വിമാനം ഇറങ്ങുക. ഇവർ ഹജ്ജിന് ശേഷം മദീന സന്ദർശനം പൂർത്തിയാക്കി ജൂലൈ 1 മുതൽ മദീനയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങി തുടങ്ങും. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് സംഘം മെയ് 9 ഹൈദരാബാദിൽ നിന്നും മദീനയിലേക്കാണ് എത്തുക. മദീനയിലേക്ക് വരുന്ന തീർത്ഥാടകർ ഹജ്ജിന് ശേഷം ജിദ്ദയിൽ നിന്നും നാട്ടിലേക്ക് മടങ്ങും. അതേസമയം ദുൽഖഅദ് അവസാനം എത്തുന്ന തീർത്ഥാടകർ ജിദ്ദയിൽ വിമാനമിറങ്ങി നേരെ മക്കയിലേക്കാണ് പുറപ്പെടുക. ഹജ്ജ് കർമ്മങ്ങൾക്ക് ശേഷം മദീനയിൽ നിന്നാണ് ഇവരുടെ മടക്കയാത്ര. സൗദിയിൽ നിന്നും ഹജ്ജിന് അപേക്ഷിച്ചിട്ടുള്ള ആഭ്യന്തര തീർത്ഥാടകർക്കുള്ള ഹജ്ജ് പെർമിറ്റുകൾ നാളെ മുതൽ വിതരണം ചെയ്തു തുടങ്ങും. അബ്ഷിർ പ്ലാറ്റ്ഫോമിൽ നിന്നോ നുസ്ക് ആപ്ലിക്കേഷനിൽ നിന്നോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ പെർമിറ്റുകൾ പ്രിന്റ് ചെയ്യാമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1, ജിദ്ദ. കുവൈറ്റിൽ കസ്റ്റംസ് വകുപ്പിൽ നടപ്പിലാക്കിയ ഷിഫ്റ്റ് സമ്പ്രദായം പിൻവലിച്ചു. കസ്റ്റംസ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡയറക്ടർ ജനറൽ അബ്ദുള്ള അൽ ഷർഹാനാണ് ഇത് സംബന്ധമായി തീരുമാനം പുറത്തിറക്കിയത്. 2022 അഡ്മിനിസ്ട്രേറ്റീവ് നിയമപ്രകാരമാണ് തീരുമാനം പിൻവലിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. നേരത്തെ ജീവനക്കാർക്ക് തുടർച്ചയായി 12 മണിക്കൂർ ജോലിയും 24 മണിക്കൂർ വിശ്രമവും അനുവദിച്ചിരുന്നു. പാരീസ് ഒളിമ്പിക്സിന് സുരക്ഷയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തർ സംഘം ഫ്രാൻസിലെത്തി. ഖത്തർ സെക്യൂരിറ്റി കമ്മിറ്റി ഫ്രഞ്ച് അധികൃതരുമായി ചർച്ച നടത്തി. ജൂലൈ 26 മുതൽ ആഗസ്റ്റ് 11 വരെയാണ് പാരീസ് ഒളിമ്പിക്സ് നടക്കുന്നത്. ഒളിമ്പിക്സിന്റെ സുരക്ഷയിൽ ഖത്തറും പങ്കാളിയാവാൻ ധാരണയായിരുന്നു. ഇതിന്റെ ഭാഗമായി പാരീസിലെത്തിയ കേണൽ റാക്കിം നവാഫ് മാജിദ് അലിയുടെ നേതൃത്വത്തിൽ ഖത്തർ സെക്യൂരിറ്റി വിഭാഗം പ്രതിനിധികൾ ഫ്രഞ്ച് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന മാധ്യമ സംഘത്തിന് സുരക്ഷയൊരുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നു. ലോകകപ്പ് ഫുട്ബോളിന് സുരക്ഷയൊരുക്കിയതിന്റെ പരിചയ സമ്പത്തുമായാണ് ഖത്തറിന്റെ സുരക്ഷാ വിഭാഗങ്ങൾ പാരീസ് ഒളിമ്പിക്സുമായി സഹകരിക്കുന്നത്. കരാർ പ്രകാരം പെട്രോളിംഗ്, നാഷണൽ ഓപ്പറേഷൻ സെന്റർ, കുതിര പോലീസ് നിരീക്ഷണം, ഡ്രോൺ, സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ, സൈബർ സുരക്ഷാ അനലിസ്റ്റുകൾ, ബോംബ് ഡോഗ് സ്ക്വാഡ്, തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് എന്നിവയുൾപ്പെടെ സേവനങ്ങൾ ഒളിമ്പിക്സിന്റെ സുരക്ഷയ്ക്കായി നൽകും. ചരിത്രത്തിലാദ്യമായി ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങ് സ്റ്റേഡിയത്തിന് പുറത്ത് നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാൻസ്. സീൻ നദിയിലാണ് കായിക താരങ്ങളുടെ പരേഡ് ക്രമീകരിച്ചിരിക്കുന്നത്.
3 ലക്ഷത്തിലേറെ പേർക്ക് നദിക്കരയിൽ നിന്ന് ഉദ്ഘാടന ചടങ്ങുകൾ വീക്ഷിക്കാൻ സൗകര്യമുണ്ടാകും. മീഡിയ 1 ദോഹ. ഖത്തറിൽ സംഘടിപ്പിക്കുന്ന ആദ്യ അന്താരാഷ്ട്ര ഓട്ടോണമസ് ഇ മൊബിലിറ്റി ഫോറത്തിന്റെ പരിപാടികൾ പ്രഖ്യാപിച്ചു. ഗതാഗത മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ജസ്റ്റ് ആസ് ആൻ ഓട്ടോ കമ്പനിയാണ് ഓട്ടോണമസ് ഇ മൊബിലിറ്റി ഫോറം സംഘടിപ്പിക്കുന്നത്. ഏപ്രിൽ 30 മുതൽ മെയ് 2 വരെയാണ് ഫോറം. ഇലക്ട്രിക് ട്രാൻസ്പോർട്ടേഷൻ, സെൽഫ് ഡ്രൈവിംഗ് മൊബിലിറ്റി എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് ഫോറത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 20 രാജ്യങ്ങളിൽ നിന്നുള്ള 40-ലധികം പേർ പരിപാടിയിൽ സംവദിക്കും. കുവൈറ്റിൽ പൊതുമാപ്പ് ഉപയോഗിച്ച് ഇതുവരെ രാജ്യം വിട്ടത് 1800-ലധികം പ്രവാസികളാണ്. മാർച്ച് 17 മുതൽ ജൂൺ 17 വരെയാണ് രാജ്യത്ത് പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. ഗാർഹിക സ്വകാര്യ തൊഴിലാളികളായ 4565 പേരാണ് പിഴകളടച്ച് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ശരിയാക്കിയത്. ഇന്ത്യ, ഫിലിപ്പീൻസ്, ശ്രീലങ്ക, എത്യോപ്യ, ഈജിപ്ത്, സിറിയ തുടങ്ങിയ എംബസികളാണ് നിലവിൽ പൗരന്മാർക്ക് ഔട്ട് പാസുകൾ നൽകുന്നത്. കുവൈറ്റിൽ 1 ലക്ഷത്തോളം അനധികൃത താമസക്കാരുണ്ടെന്നാണ് കണക്ക്. 2018 ജനുവരിയിലാണ് കുവൈറ്റിൽ അവസാനമായി പൊതുമാപ്പ് പ്രഖ്യാപിച്ചത്. കുവൈറ്റിൽ വിസ പ്രശ്നം കാരണം ജോലിക്ക് പോകാനാകാതെ ദുരിതമനുഭവിച്ചിരുന്ന പ്രിയമോളും ബിന്ദുവും ജന്മനാട്ടിലെത്തി. KL കുവൈറ്റിന്റെ ഇടപെടലിനെ തുടർന്നാണ് നാട്ടിലെത്തിച്ചത്. പ്രമേഹം പിടിപെട്ടതിനാൽ കാലിലുണ്ടായ മുറിവ് ഉണങ്ങാത്തതിനെ തുടർന്ന് പ്രിയമോൾ മാസങ്ങളായി റൂമിൽ തന്നെയായിരുന്നു. ആകെയുള്ള ജോലിയും നഷ്ടപ്പെട്ടതോടെ മൊബൈൽ ഫോൺ അടവ് മുടങ്ങിയ പ്രിയയ്ക്ക് അധികൃതർ ട്രാവൽ ബാനും ഏർപ്പെടുത്തി. വിവരമറിഞ്ഞ KL കുവൈറ്റ് സന്നദ്ധ പ്രവർത്തകരായ സമീർ കാസിം, സിറാജ് കടക്കൽ, ഷാനവാസ് ബഷീർ എന്നിവർ വിഷയത്തിൽ ഇടപെടുകയും എംബസിയിൽ നിന്നും ഔട്ട് പാസ് വാങ്ങി യാത്രാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയുമായിരുന്നു. കുവൈറ്റിൽ അന്താരാഷ്ട്ര ബ്രാൻഡിന്റെ വ്യാജ ഉൽപ്പന്നങ്ങൾ പിടികൂടി. വാണിജ്യ മന്ത്രാലയ ഉദ്യോഗസ്ഥർ ജഹ്റയിൽ നടത്തിയ പരിശോധനയിലാണ് അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ വ്യാജ ബാഗുകളും വസ്ത്രങ്ങളും ഷൂകളും കണ്ടെത്തിയത്. വ്യാജ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയ 7 സ്റ്റോറുകൾ അടച്ചുപൂട്ടിയതായി അധികൃതർ പറഞ്ഞു. തുടർ നടപടികൾക്കായി സ്ഥാപനങ്ങളെ കൊമേഴ്ഷ്യൽ പ്രോസിക്യൂഷന് റഫർ ചെയ്തു. രാജ്യത്ത് ട്രേഡ് മാർക്ക് മോഷണം സംബന്ധിച്ച് നിരവധി പരാതികളാണ് ലഭിക്കുന്നത്. ബ്രാൻഡുകളുടെ വ്യാജ ഉൽപ്പന്നങ്ങൾ രാജ്യത്തേക്ക് കടത്തുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കുമെന്ന് കൊമേഴ്ഷ്യൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ലോകാരോഗ്യ സംഘടനയുടെ ആരോഗ്യകരമായ യൂണിവേഴ്സിറ്റി അംഗീകാരം ലഭിച്ച കുവൈറ്റ് യൂണിവേഴ്സിറ്റി ആരോഗ്യം, സമത്വം, സുസ്ഥിര വികസനം എന്നീ മേഖലകളിൽ നടത്തിയ മുന്നേറ്റത്തെ തുടർന്നാണ് സർവകലാശാലയ്ക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചത് എന്ന് കുവൈറ്റ് യൂണിവേഴ്സിറ്റി സെക്രട്ടറി ജനറൽ ഡോക്ടർ ഫയീസ് മുൾഷൻ അൽ ദാരിദി പറഞ്ഞു. ലോകാരോഗ്യ സംഘടനയുടെ പ്രതിനിധി സംഘം സർവകലാശാലയിൽ നേരത്തെ സന്ദർശനം നടത്തിയിരുന്നു. അക്രഡിറ്റേഷൻ ലഭിക്കുവാൻ സഹകരിച്ച എല്ലാവർക്കും അൽ ദാഫിരി നന്ദി പറഞ്ഞു. കഴിഞ്ഞ ഡിസംബറിൽ അൽ ഷദ്ദാദിയയിലെ സബാഹ് അൽ സേലം യൂണിവേഴ്സിറ്റിക്കും ലോകാരോഗ്യ സംഘടനയുടെ അംഗീകാരം ലഭിച്ചിരുന്നു. ഒമാനിലെ ഏറ്റവും വലിയ കൊടിമരം നിർമ്മിക്കാനുള്ള പദ്ധതിയുമായി മസ്കറ്റ് മുനിസിപ്പാലിറ്റി. അൽ ഖുവൈർ സ്ക്വയർ പദ്ധതിയുടെ ഭാഗമായി 126 മീറ്റർ ഉയരമുള്ള കൊടിമരമാണ് മസ്കറ്റ് മുനിസിപ്പാലിറ്റി നിർമ്മിക്കാൻ പദ്ധതിയിടുന്നത്. ജിൻഡാൽ ഗ്രൂപ്പിന്റെ ഒമാനിലെ ഉപവിഭാഗമായ ജിൻഡാൽ ഷദീദാണ് അൽ ഖുവൈർ സ്ക്വയർ പദ്ധതിക്ക് ധനസഹായം നൽകുന്നത്. കൊടിമരം നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി ജിൻഡാൽ ഷദീദുമായി മസ്കത്ത് മുനിസിപ്പാലിറ്റി കരാർ ഒപ്പുവെച്ചു. 40 നിലകളുള്ള കെട്ടിടത്തെ മറികടന്ന് ഒമാനിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത ഘടനയായി അൽ ഖുവൈർ സ്ക്വയറിലെ കൊടിമരം നിലകൊള്ളും. 135 ടൺ സ്റ്റീലിലാണ് കൊടിമരം നിർമ്മിക്കുക. കൊടിമരത്തിലെ ഒമാനി പതാകയ്ക്ക് 18 മീറ്റർ നീളവും 31.5 മീറ്റർ വീതിയും ഉണ്ടാകും. വിമാനങ്ങൾക്കുള്ള മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനവും ഇതിലുണ്ട്. ആവശ്യമായ എഞ്ചിനീയറിംഗ് പഠനങ്ങളും പൂർത്തിയാക്കി അനുമതികൾ നേടിയതിനു ശേഷമാണ് അൽ ഖുവൈർ സ്ക്വയർ പദ്ധതിയുടെ നിർമ്മാണം ആരംഭിച്ചത്. 54ാമത് ദേശീയ ദിനാഘോഷവേളയിൽ പദ്ധതി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. 18,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന പദ്ധതിയിൽ നിരവധി വിനോദ സൗകര്യങ്ങളാണ് ഒരുക്കുക. ഒമാന്റെ വിഷൻ 2040 ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിനായുള്ള പൊതു സ്വകാര്യ മേഖലകൾ തമ്മിലുള്ള സഹകരണമാണ് ഈ പദ്ധതിയെ വേറിട്ട് നിർത്തുന്നത്. മീഡിയ 1 മസ്കത്ത്. മഴക്കെടുതിയിൽ അവതാളത്തിലായ ദുബൈ വിമാനത്താവളം പൂർവ്വസ്ഥിതിയിൽ പ്രവർത്തനം തുടങ്ങി. ദിവസം 1400 വിമാനങ്ങൾ ഷെഡ്യൂൾ പ്രകാരം സർവീസ് ആരംഭിച്ചതായും വിമാനത്താവളം അധികൃതർ പറഞ്ഞു. ഈ വീഡിയോ പങ്കുവച്ചാണ് വിമാനത്താവളം പൂർവ്വസ്ഥിതിയിലേക്ക് മടങ്ങിയതായി ദുബൈ വിമാനത്താവളം അധികൃതർ വ്യക്തമാക്കിയത്. 75 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ മഴയിൽ 2155 വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നുവെന്ന് ദുബൈ എയർപോർട്ട് CEO പോൾ ഗ്രിഫ്റ്റ് പറഞ്ഞു.
155 വിമാനങ്ങൾ വഴി തിരിച്ചു വിടേണ്ടി വന്നു. ഏപ്രിൽ 19 ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും ജബലലിയിലെ ഷെയ്ഖ് മക്തൂം വിമാനത്താവളത്തിലും കുടുങ്ങിയ യാത്രക്കാർക്ക് പകരം സംവിധാനം ഏർപ്പെടുത്താൻ സാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. 75,000 പേർക്ക് ഭക്ഷണവും ദുരിതാശ്വാസ വസ്തുക്കളും എത്തിച്ചു. വിമാനത്താവളത്തിന്റെ റൺവേയിൽ നിന്നും എയർപോർട്ടിലേക്കുള്ള റോഡിൽ നിന്നും വെള്ളം പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്ക് ലഭിക്കാനുള്ള ബാഗേജുകൾ 24 മണിക്കൂറിനകം ഉടമസ്ഥരിലേക്ക് എത്തിക്കുന്ന നടപടി പൂർത്തിയാക്കുമെന്ന് വിമാനത്താവളം CEO പറഞ്ഞു. വെല്ലുവിളി നിറഞ്ഞ ഘട്ടത്തെ അതിജീവിക്കാൻ അക്ഷീണം പ്രവർത്തിച്ച ജീവനക്കാർക്കും സഹപ്രവർത്തകർക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. മീഡിയ 1 ദുബായ്. UAE പ്രളയ ദുരിതബാധിതരെ സഹായിക്കാൻ സർക്കാർ പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി. ദുരിതത്തിൽ കഴിയുന്നവരുടെ അപേക്ഷ സ്വീകരിക്കാൻ ഷാർജയും സഹായം സമാഹരിക്കാൻ ദുബൈയും സംവിധാനങ്ങൾ പ്രഖ്യാപിച്ചു. അതിനിടെ പലയിടത്തും വെള്ളക്കെട്ട് ദുരിതം കുറഞ്ഞു തുടങ്ങി. ഷാർജയിലെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ മുനിസിപ്പാലിറ്റിയുടെ ഊർജിത പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ മേഖലകളിൽ ഇന്ന് വെള്ളം വലിച്ചെടുക്കാൻ ട്രക്കുകളെത്തി. പലയിടത്തും വെള്ളം ഇറങ്ങിത്തുടങ്ങിയതിനാൽ ഒരാഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ന് പലർക്കും ജോലിക്ക് പോകാനും പുറത്തിറങ്ങാനും സാധിച്ചു. ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ നടത്തിയിരുന്ന കമ്മ്യൂണിറ്റി കിച്ചൺ സംവിധാനം നിർത്തിവെച്ചു. വെള്ളക്കെട്ട് ബാധിത മേഖലകളിൽ സഹായം ആവശ്യമുള്ളവർക്ക് സമീപിക്കാൻ സർക്കാരിൻ്റെ മേൽനോട്ടത്തിൽ പോയിന്റുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തര സഹായം ആവശ്യമുള്ള കുടുംബങ്ങൾക്ക് 0650151661 എന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാമെന്ന് ഷാർജ സർക്കാർ അറിയിച്ചു. ഷാർജ സോഷ്യൽ സർവീസ് വകുപ്പ് അപേക്ഷകളിൽ നടപടി സ്വീകരിക്കും. ഷാർജ എമർജൻസി ആൻഡ് ക്രൈസിസ് മാനേജ്മെന്റ് ടീമാണ് സംവിധാനം ഏർപ്പെടുത്തിയത്. വ്യക്തികൾക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും ദുരിതബാധിതരെ സഹായിക്കാൻ ദുബായ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ജൂഡ് എന്ന പ്ലാറ്റ്ഫോമിൽ സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മീഡിയ 1 ദുബായ്. ഏഷ്യൻ പര്യടനം തുടരുന്ന ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി സന്ദർശനത്തിനായി നേപ്പാളിലെത്തി. ഫിലിപ്പൈൻസിലും ബംഗ്ലാദേശിലും സന്ദർശനം പൂർത്തിയാക്കിയ ശേഷമാണ് അമീർ നേപ്പാളിലെത്തിയത്. കാഠ്മണ്ഡുവിലെ പ്രസിഡൻഷ്യൽ പാലസ് സന്ദർശിച്ച ഖത്തർ അമീർ നേപ്പാൾ പ്രസിഡന്റ് രാംചന്ദ്ര പൌഡലുമായി കൂടിക്കാഴ്ച നടത്തി. നേപ്പാൾ സന്ദർശിക്കുന്ന ആദ്യത്തെ അറബ് നേതാവ് കൂടിയാണ് ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി. നാട്ടിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ UAEയിൽ നിന്ന് കൂടുതൽ വോട്ട് വിമാനങ്ങൾ പുറപ്പെടും. UDF അനുഭാവ കൂട്ടായ്മകളാണ് പ്രവാസികളെ വോട്ട് ചെയ്യാൻ നാട്ടിലെത്തിക്കുന്നത്. ഉയർന്ന വിമാന ടിക്കറ്റ് അവഗണിച്ചും വോട്ട് ചെയ്യാൻ നിരവധി പേരാണ് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. വോട്ട് ചെയ്യാനായി നാട്ടിലേക്ക് പ്രവാസികളുടെ പ്രവാഹം. നൂറുകണക്കിന് പ്രവാസികളാണ് ഏറെ നിർണായകമെന്ന് വിലയിരുത്തപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ ഒറ്റയ്ക്കും കൂട്ടായും യാത്ര പുറപ്പെടുന്നത്. വിവിധ വിമാനങ്ങളിലായി വോട്ട് ചെയ്യാൻ നാട്ടിലേക്ക് തിരിക്കുന്നവർക്ക് ദുബൈ, ഷാർജ, അജ്മാൻ എന്നിവിടങ്ങളിൽ നാളെ യാത്രയയപ്പ് ചടങ്ങും ഒരുക്കിയിട്ടുണ്ട്. പെരുന്നാളിന് മുമ്പ് തന്നെ നാട്ടിലെത്തി പ്രചാരണങ്ങളിൽ ഉൾപ്പെടെ പങ്കാളികളായ പ്രവാസി സംഘടനാ നേതാക്കളും നിരവധിയാണ്. UAEയിൽ പെയ്ത പേമാരിയെ തുടർന്ന് വോട്ട് യാത്ര മുടങ്ങിയവരും കൂട്ടത്തിലുണ്ട്. എന്നാൽ ആവേശം കൈവിടാതെ വോട്ടെടുപ്പിന് തൊട്ടുമുമ്പ് തന്നെ നാട്ടിലെത്താനുള്ള തയ്യാറെടുപ്പിലാണ് മിക്കവരും. ഏറ്റവും വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലെ തങ്ങളുടെ അണികളെ നാട്ടിലെത്തിക്കാൻ പ്രവാസി കൂട്ടായ്മകൾ സജീവമായി തന്നെ രംഗത്തുണ്ട്. വടകരയിൽ നിന്നുള്ള നൂറുകണക്കിന് പ്രവാസികളും നാളെയും മറ്റന്നാളുമായി വോട്ട് ചെയ്യാൻ നാട്ടിലെത്തും. മീഡിയ 1 ദുബൈ. വോട്ടവകാശം വിനിയോഗിക്കുന്നതിനായി ആവേശത്തോടെ നാട്ടിലേക്ക് തിരിക്കുകയാണ് പ്രവാസികൾ. ഖത്തറിൽ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നിരവധി പേരാണ് വോട്ട് ചെയ്യാനായി നാട്ടിലെത്തിയത്. മലബാറിലെ മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും പ്രധാനമായും നാട്ടിലേക്ക് തിരിക്കുന്നത്. 1-2 ദിവസം മുതൽ ഒരാഴ്ച വരെ അവധിക്കാണ് മിക്കവരുടെയും യാത്ര. വടകര പാർലമെന്റ് മണ്ഡലത്തിലെ KMCCയുടെയും ഇൻകാസിന്റെയും വോട്ടർമാരാണ്. ഷാഫി പറമ്പിലിന്റെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ അവസാനത്തെ തെരഞ്ഞെടുപ്പാകാതിരിക്കാൻ വേണ്ടി നൂറുകണക്കിന് പ്രവാസികളാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാസികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതീവ പ്രാധാന്യത്തോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇനിയും പോയി വരാൻ ഇന്ത്യയായി അവിടെ നിലനിൽക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ 1-2 ദിവസത്തേക്ക് കേവലം വോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടെ മാത്രം അവധികൾ ക്രമീകരിച്ചുകൊണ്ടാണ് ഭൂരിഭാഗം പ്രവാസികളും കുടുംബമായും അല്ലാതെയൊക്കെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. വിമാനം ചാർട്ടർ ചെയ്ത് പോകാൻ കഴിയാത്തതിനാൽ ഗ്രൂപ്പ് ടിക്കറ്റ് എടുത്താണ് ഖത്തറിലെ KMCC ഇൻകാസ് പ്രവർത്തകരിൽ നല്ലൊരു പങ്കും ഇത്തവണ തെരഞ്ഞെടുപ്പിന് നാട്ടിലെത്തുന്നത്. വടകര മണ്ഡലത്തിൽ നിന്നുള്ള പ്രവർത്തകർ ഇന്ന് രാത്രി ഖത്തറിൽ നിന്നും യാത്ര തിരിച്ചു. ഷാഫി പറമ്പിലിന് വോട്ട് ചോദിച്ചുള്ള പോസ്റ്ററുകളും ടീഷർട്ടുകളുമൊക്കെയായി ആവേശത്തോടെയാണ് യാത്ര. മീഡിയ 1 ദോഹ.
UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി KMCC ഇൻകാസ് വനിതാ വിങ്ങുകൾ സംയുക്തമായി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. വിജയ് 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി KMCC ഖത്തർ വിമൻസ് വിംഗ് പ്രസിഡന്റ് മിസ് സമീറ അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ജിഷ ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി. KMCC ജനറൽ സെക്രട്ടറി സലീം നാലകത്ത്, ഇൻകാസ് ഖത്തർ ജനറൽ സെക്രട്ടറി ബഷീർ തൂവാരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. സലീന കുളത്ത് സ്വാഗതവും സെലിൻ ജോർജ് നന്ദിയും പറഞ്ഞു. ബഹ്റൈൻ പ്രതിഭയും ഒന്നാണ് കേരളം ഒന്നാമതാണ് കേരളം കൂട്ടായ്മയും ചേർന്ന് ബഹ്റൈനിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ആലത്തൂർ, പാലക്കാട് മണ്ഡലങ്ങളിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായാണ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. പ്രതിഭാ ഹാളിൽ വെച്ച് നടന്ന കൺവെൻഷൻ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂരിൽ K രാധാകൃഷ്ണനെയും പാലക്കാട് A വിജയരാഘവനെയും വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ബഹ്റൈനിൽ UDF മലപ്പുറം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പ്രചാരണ സമ്മേളനം സംഘടിപ്പിച്ചു. KMCC ബഹ്റൈൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇക്ബാൽ താനൂർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ OICC നാഷണൽ പ്രസിഡന്റ് ഗഫൂർ ഉണ്ണികുളം മുഖ്യപ്രഭാഷണം നടത്തി. OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് ഐലക്കാട് സ്വാഗതവും ജനറൽ സെക്രട്ടറി അലി അക്ബർ നന്ദിയും പറഞ്ഞു. പ്രഥമ ഉംറ ആൻഡ് സിയാറ ഫോറവും പ്രദർശനവും മദീനയിൽ ആരംഭിച്ചു. തീർത്ഥാടകർക്കും സന്ദർശകർക്കും കൂടുതൽ മെച്ചപ്പെട്ട സേവനങ്ങൾ നൽകുന്നതിനെക്കുറിച്ച് ഫോറം ചർച്ച ചെയ്യും. ഇതിനായി 1500-ലധികം പുതിയ കരാറുകൾ ഫോറത്തിൽ ഒപ്പുവെക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി പറഞ്ഞു. പിൽഗ്രിം എക്സ്പീരിയൻസ് പ്രോഗ്രാമുമായി സഹകരിച്ച് ഹജ്ജ് ഉംറ മന്ത്രാലയമാണ് ഫോറം സംഘടിപ്പിക്കുന്നത്. മദീനയിലെ കിങ് സൽമാൻ അന്താരാഷ്ട്ര കൺവെൻഷൻ സെന്ററിൽ ഇന്നലെ ആരംഭിച്ച ഫോറവും പ്രദർശനവും 3 ദിവസം നീണ്ടുനിൽക്കും. തീർത്ഥാടകർക്കും സന്ദർശകർക്കും മികച്ച സേവനങ്ങൾ നൽകാൻ ഭരണകൂടം നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് ഫോറം ഉദ്ഘാടനം ചെയ്ത മദീന ഗവർണർ അമീർ സൽമാൻ ബിൻ സുൽത്താൻ പറഞ്ഞു. ഫോറത്തോടനുബന്ധിച്ച് വിവിധ സ്ഥാപനങ്ങൾ ഒരുക്കിയ 100-ലധികം പവലിയനുകളും ഗവർണർ സന്ദർശിച്ചു. മക്ക, മദീന എന്നീ പുണ്യനഗരങ്ങൾ സന്ദർശിക്കുന്ന തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിപ്പിക്കാനും അവർക്ക് മെച്ചപ്പെട്ട അനുഭവം ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുകയുമാണ് ഫോറത്തിന്റെ ലക്ഷ്യമെന്ന് ഹജ്ജ് ഉംറ മന്ത്രി ഡോക്ടർ തൗഫീഖ് അൽ റബിയ പറഞ്ഞു. 6 ഡയലോഗ് സെഷനുകളിലായി രാജ്യത്തിനകത്തും പുറത്തു നിന്നുമുള്ള 180 പ്രഭാഷകർ പങ്കെടുക്കും. 28 സർക്കാർ ഏജൻസികളും 3000-ലധികം പ്രാദേശിക അന്തർദേശീയ കമ്പനികളും ഫോറത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കും. 1500-ലധികം വ്യത്യസ്ത കരാറുകൾ ഫോറത്തിൽ വെച്ച് ഒപ്പുവെക്കുമെന്നും മന്ത്രി പറഞ്ഞു. റൗള ഷെരീഫ് സന്ദർശിക്കുന്നതിനുള്ള സംവിധാനം വികസിപ്പിച്ചതായി മന്ത്രി സൂചിപ്പിച്ചു. കൂടാതെ മക്കയിലും മദീനയിലും പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെട്ട നിരവധി ചരിത്ര കേന്ദ്രങ്ങൾ പുനരുദ്ധാരണം നടത്തിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മദീനയെക്കുറിച്ചുള്ള ഡോക്യുമെന്ററിയും ഫോറത്തിൽ പ്രദർശിപ്പിച്ചു. മീഡിയ 1 മദീന. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട ഷാർജയിൽ സേവന പ്രവർത്തനം നടത്തുന്ന വളണ്ടിയർമാരുടെ സുരക്ഷയ്ക്കായി ധരിക്കാനുള്ള കിറ്റുകൾ വിതരണം ചെയ്ത് ICF-ഉം ജബൽ അലി മർക്കസ് സെന്ററും. ഹോട്ട്പാക്ക് കമ്പനിയുമായി സഹകരിച്ചാണ് പദ്ധതി. ICF ഷാർജയിൽ ഒരുക്കിയ ചടങ്ങിൽ ജബൽ അലി മർക്കസ് സെന്റർ സെക്രട്ടറി ലുക്മാൻ മങ്ങാട് ICF ഷാർജ പ്രസിഡന്റ് PKC മുഹമ്മദ് അലി സഖാഫിന് നൽകി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ആദ്യഘട്ടത്തിൽ 1000 കിറ്റുകളാണ് ഷാർജ, അജ്മാൻ പ്രദേശങ്ങളിലായി വിതരണം ചെയ്തത്. വാർത്തകളിലേക്ക്. മസ്കത്ത് KMCC സെൻട്രൽ കമ്മിറ്റി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ഗ്രൂപ്പ് ബുക്കിംഗിലൂടെ നാട്ടിലെത്തിക്കുന്നതിനായി ഒരുക്കിയ വിമാനം പുറപ്പെട്ടു. മസ്കത്തിൽ നിന്ന് സലാം എയറിന്റെ വിമാനത്തിൽ 60 പേരടങ്ങുന്ന സംഘമാണ് നാട്ടിലേക്ക് യാത്ര തിരിച്ചത്. മസ്കത്തിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി 10 മണിക്ക് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ 3:30-ഓടെയാണ് കരിപ്പൂരിലെത്തുക. ബുധൻ, വ്യാഴം ദിവസങ്ങളിലായി 120 പേർ കൂടി ഇങ്ങനെ വോട്ട് ചെയ്യാനായി നാട്ടിലെത്തുമെന്ന് KMCC പ്രവർത്തകർ അറിയിച്ചു. വടകര, കണ്ണൂർ, കാസർഗോഡ്, വയനാട്, മലപ്പുറം, പൊന്നാനി, കോഴിക്കോട് മണ്ഡലങ്ങളിലുള്ളവരാണ് യാത്രക്കാരിൽ അധികവും. മസ്കത്ത് KMCC ഒരുക്കിയ ഈ വോട്ട് വിമാനത്തിലാണ് ഞാൻ വടകര മണ്ഡലത്തിലെ ഷാഫി പറമ്പിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്. ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പ്രാർത്ഥിക്കുക. ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന തെരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ വീണ്ടെടുപ്പിനായാണ് പ്രവർത്തകരെ ഗ്രൂപ്പ് ബുക്കിംഗിലൂടെ നാട്ടിലെത്തിക്കുന്നതെന്ന് മസ്കത്ത് KMCC സെൻട്രൽ കമ്മിറ്റി അധികൃതർ പറഞ്ഞു. പ്രത്യേക ചാർട്ടർ വിമാനത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നടന്നില്ലെന്നും KMCC ഭാരവാഹികൾ പറഞ്ഞു. മീഡിയ 1 മസ്കത്ത്. തൃശൂർ വടക്കേക്കാട് അഭയം പാലിയേറ്റീവ് ട്രസ്റ്റ് UAE അംഗങ്ങളുടെ കുടുംബസംഗമം ദുബൈയിൽ നടന്നു. ഡോക്ടർ ജമാൽ അബൂബക്കർ മുഖ്യാതിഥിയായി. ട്രസ്റ്റ് ചെയർമാൻ മൈമൂന ഹംസയും KV ഹംസയും പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു. അബ്ദുൽ മജീദ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുജീബ് റഹ്മാൻ, കാസിം പുത്തൻപുരയ്ക്കൽ, ഷാജി അമ്മന്നൂർ എന്നിവർ സംസാരിച്ചു.
ആലപ്പുഴ ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് തോമസ് ചാണ്ടി മെമ്മോറിയൽ വോളിബോൾ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ഏപ്രിൽ 26 വെള്ളിയാഴ്ച രാവിലെ 6:30 മുതൽ അബ്ബാസിയ സ്മാർട്ട് ഇന്ത്യൻ സ്കൂളിന് സമീപമാണ് മത്സരങ്ങൾ നടക്കുക. മത്സരങ്ങൾ കാണുവാനും ആസ്വദിക്കാനുമായി വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. കേരള സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുമായി സഹകരിച്ചാണ് ടൂർണമെന്റ് നടത്തുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട്, ICRF, പ്ലഷർ റൈഡേഴ്സ് ബഹ്റൈൻ ടീമുമായി സഹകരിച്ച തൊഴിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിവിധ ലേബർ ക്യാമ്പുകളിലെ സന്ദർശനവും ഭക്ഷ്യവിഭവങ്ങളുടെ വിതരണവും നടന്നു. ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ജെയിൻ, ICRF ചെയർമാൻ ഡോക്ടർ ബാബു രാമചന്ദ്രൻ, ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ, അഡ്വൈസർ അരുൾദാസ് തോമസ് എന്നിവർ സംസാരിച്ചു. വിനിമയ നിരക്ക് സൗദി റിയാൽ 22 രൂപ 20 പൈസ, UAE ദിർഹം 22 രൂപ 67 പൈസ, ഖത്തർ റിയാൽ 22 രൂപ 87 പൈസ, ഒമാൻ റിയാൽ 216 രൂപ 29 പൈസ, കുവൈറ്റ് ദിനാർ 270 രൂപ 22 പൈസ, ബഹ്റൈൻ ദിനാർ 220 രൂപ 88 പൈസ. ഇനി പ്രധാന ഗൾഫ് നഗരങ്ങളിലെ താപനില. ദുബായ് കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. അബുദാബി കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 41 ഡിഗ്രി സെൽഷ്യസ്. റിയാദ് കുറഞ്ഞ താപനില 20 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്. ജിദ്ദ 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില, കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്. ദമാം 22 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. കുവൈറ്റ് സിറ്റി കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 36 ഡിഗ്രി സെൽഷ്യസ്. മനാമ കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്. ദോഹ കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്, കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്.